പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർത്ത് പോകാൻ വല്ലപ്പോഴൊക്കെ എനിക്ക് ഒരു ഡോക്ടർ കത്തെഴുതുമായിരുന്നു. ഒരു ലേഡി ഡോക്ടർ. അവൾക്ക് ഒത്തിരി പേരോട് രോഷം, വൈരാഗ്യം, ഭർത്താവിനെ ഉപേക്ഷിച്ചു, ഭർത്താവിനോട് കടുത്ത വിരോധം, വൈദികരോട് കടുത്ത വിരോധം, സഭയോട് വിരോധം, ഇതൊക്കെ ഇങ്ങനെ എണ്ണി എണ്ണി പറയുമായിരുന്നു. മാത്രമല്ല മരിച്ചുപോയ അമ്മയോട് വൈരാഗ്യം, അച്ഛാ പ്രാർത്ഥിക്കണേ ഇങ്ങനെ പറയുമായിരുന്നു. അതിനുശേഷം 3-4 മാസത്തേന് എനിക്ക് ടെലിഫോണോ അല്ലെങ്കിൽ ഇമെയിലും ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാനിവിടെ നാട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞ, അച്ഛാ എൻ്റെ മേല് മുഴുവൻ ചൊറിച്ചിലാണ്. ഡോക്ടർമാർ ഇവിടെ പറഞ്ഞു അത് സോറിയാസിസ് ആണ് എന്ന്. അലർജി ആയിരിക്കാം. ഞാൻ ഡോക്ടറാണ്. മറ്റ് ഡോക്ടർമാരും പറഞ്ഞു അലർജിയാണ്. എന്നാൽ എന്തിനോട് അലർജി എന്ന് അവർ കണ്ടുപിടിക്കാനും പറ്റുന്നില്ല, എനിക്കും പറ്റുന്നില്ല. അച്ഛനൊന്ന് നേരിട്ട് കണ്ടൊരു ആശീർവാദം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഞാൻ അതിന് സമയം കൊടുത്തു. എൻ്റെ അടുത്ത് വന്നു. ഞാൻ വിരൽ ചൂണ്ടി പറഞ്ഞു, മോടെ ചൊറിച്ചിൽ മോടെ ആത്മീയ മനുഷ്യനിലാണ്. എത്ര പേരുടെ മോക്ക് ചൊറിച്ചിൽ ഉള്ളത്? അതെന്താ അച്ഛാ? ഞാൻ പറഞ്ഞു, അകമേ ഉള്ളത് പുറമേ വരുന്നു. ഇക്കാലങ്ങളൊക്കെ എനിക്ക് എഴുതുമ്പോഴും പറയുമ്പോഴും ഏറെ പേരുള്ള രോഷമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ രോഷമെല്ലാം കൂടെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്നു. അത് പുറത്തു വിടുന്നതാണ് യഥാർത്ഥ അലർജി. അലർജി ഒരു രോഗമേ അല്ല. ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഒരാൾക്ക് പാലിനോട് അലർജി. പക്ഷേ ചെറുപ്പത്തിൽ അമ്മയുടെ മുലപ്പാൽ കിട്ടിയില്ല. മുലപ്പാലിന് പകരം കൊടുത്ത പശുപ്പാലായിരിക്കും. അപ്പം അത് വേണ്ട എന്ന് ആ കുട്ടി ഉള്ളുകൊണ്ട് പറഞ്ഞു, കുടിച്ചുമില്ല, ഛർദ്ദിച്ചു. അത് പിന്നീട് പാലേ കണ്ടുകൂടാ. ഇപ്പം പാലിനോട് അലർജി. ഒരു ചെറുപ്പക്കാരൻ ഒരു ചേമ്പ് പുഴുങ്ങി തിന്നു, ചെറിയ ഉരുണ്ട ചേമ്പ്. കടിച്ചപ്പോൾ അകത്തൊരു പുഴു തുപ്പി. അന്ന് മുതൽ ചേമ്പ് തിന്നാൻ പറ്റുന്നില്ല. ചേമ്പ് തിന്നാൽ ശരീരം ചൊറിയും. അലർജി. വേറൊരാൾക്ക് മുട്ട. ഇങ്ങനെ പോകുന്നു. അല്ലെങ്കിൽ മരുന്ന്. ഇങ്ങനെ പല അലർജികളും പലർക്കുമുണ്ട്. അതിൽ തന്നെ ഒരു രോഗമല്ല. ഏതോ ഒരു കാലത്ത് അതിനോട് ഒരു നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനമുണ്ടായതിൻ്റെ പ്രത്യാഘാതം ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഡോക്ടറോട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, മരിച്ചുപോയ അമ്മയോട് ക്ഷമിക്കൂ, രമ്യപ്പെടുത്തി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കുർബാനയെല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ ഭർത്താവിനോട് ക്ഷമിക്കും, ഓരോരുത്തരെയും എടുത്തെടുത്ത് പറഞ്ഞ് രമ്യപ്പെടുത്തി പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ മുഖത്ത് ഒരു പ്രകാശം ഉണ്ടായിരുന്നു. അതിനുശേഷം അവൾ എന്നെ വിളിച്ചു പറഞ്ഞ, അച്ഛനടക്കം ഒന്ന് ആശീർവാദം കിട്ടിയതിൽ പിന്നീട് എനിക്ക് അലർജിയില്ല, ചൊറിച്ചിലുമില്ല. ഹല്ലേലൂയ. സത്യത്തിൽ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമല്ല, ഞാൻ ആശീർവദിച്ചതിൻ്റെ ഫലവുമല്ല. പിന്നെയോ ഉള്ളിലെ ആ വെറുപ്പും വൈരാഗ്യവും മാറ്റി തൽസ്ഥാനത്ത് സ്നേഹം, പരിശുദ്ധാത്മാവിന് സ്നേഹം നിറഞ്ഞപ്പോൾ അത് ചൊറിച്ചിൽ മാറ്റി. നേരപ്പേർക്ക് അങ്ങനെ ചൊറിച്ചിലുള്ളവരുണ്ട്, സോറിയാസിസ് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ അലർജി ഉള്ളവരുണ്ട്. പക്ഷേ പക, വൈരാഗ്യം, ക്ഷമിക്കാഴിക, വെറുപ്പ്, ഇതിൻ്റെയൊക്കെ വിഴുപ്പ് ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ടാണ്, കാരണം അങ്ങനെയുള്ള ഹൃദയം പാപത്തിലാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ പ്രമാണമാണ് സ്നേഹിക്കുക. അപ്പം സ്നേഹരാഹിത്യം, പിണക്കം, രോഷം, വൈരാഗ്യം, പകയെല്ലാം വലിയ പാപമാണ്. ഇന്ന് പലരും മനസ്സിലാക്കുന്നില്ല. ചിലർക്ക് ഓർക്കുന്നത് വ്യഭിചാരം, അല്ലെ കൊലപാതകം, അല്ലെങ്കിൽ കുട്ടികളെ ഉദരത്തെ കൊല്ലുന്ന
അബോഷൻ, ഇതൊക്കെ ഉള്ളൂ പാപമെന്ന്. അല്ല മക്കളെ, ഹൃദയത്തിലെ ഏറ്റവും വലിയ പാപം പരസ്പരം ക്ഷമിക്കാഴിയാണ്. കാരണം അത് കർത്താവിൻ്റെ വലിയ കൽപ്പനയാണ്. 2 കൽപ്പനകളെ തന്നുള്ളൂ: ദൈവത്തെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. രണ്ടും ഒരു നാണയത്തിൻ്റെ 2 വശമാണ്. അപ്പോൾ പരസ്പരം സ്നേഹിക്കാതിരിക്കുമ്പം ദൈവസ്നേഹത്തിൽ നിന്നും ആൾ മാറിയായിരിക്കുന്നത്, ആൾ കൃപയിൽ അല്ല. അപ്പോൾ തമ്പുരാൻ്റെ കൃപ അവിടെ വശിക്കുന്നില്ല. നമുക്ക് കാണാൻ സാധിക്കും പല ധ്യാനങ്ങളിലും ആളുകൾ രമ്യപ്പെട്ട് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുമ്പോൾ പല രോഗങ്ങളും സുഖമാകുന്നത്. അത് ധ്യാനഗുരുവിൻ്റെ മിടുക്കൊണ്ടോ ധ്യാനഗുരുവിൻ്റെ പ്രാർത്ഥന കൊണ്ടൊന്നും അല്ലെന്ന് ഞാൻ പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഫലമില്ല എന്നല്ല. ആൾ രമ്യപ്പെടുമ്പം, ഹൃദയം നന്നാകുമ്പം, ഹൃദയശുദ്ധി വരുമ്പോൾ ശാരീരിക ശുദ്ധിയും ഉണ്ടാകുന്നു. നമുക്കറിയാം, പറുദീസായിൽ ആദവും ഹവ്വയ്ക്കും രോഗമൊന്നുമില്ലായിരുന്നു. കണിച്ചുമാറ്റും അന്നും ഭൂമിയിൽ രോഗാണുക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ രോഗാണുക്കൾക്ക് അവരെ സ്പർശിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം അവരുടെ അന്തരാത്മാവിൽ ദൈവസ്നേഹമുണ്ടായിരുന്നു. ദൈവം അവരുടെ കൂടെ നടന്നിരുന്നു. ആ എമ്മാനുവൽ അനുഭവം, ദൈവം നമ്മോടുകൂടി എന്ന ആ അനുഭവം ഉണ്ടായിരുന്നു. കണിച്ചുമാറ്റം നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ, ദൈവകൃപയിൽ ജീവിക്കുമ്പോൾ യാതൊരു രോഗാണുക്കൾക്കും നമ്മളിൽ പ്രവേശനമില്ല. നമുക്ക് കാണാൻ സാധിക്കും ബൈബിളിലെ പല അനുഭവങ്ങൾ. രോഗവും പാപവും തമ്മിലുള്ള ബന്ധം, അഥവാ പാപവും രോഗവും തമ്മിലുള്ള ബന്ധം. ഞാനിത് പറയുമ്പോൾ എല്ലാ രോഗങ്ങൾക്കും കാരണം പാപമാണെന്നല്ല ഞാൻ പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് മർക്കോസിലെ സുവിശേഷം അധ്യായം 2:6. ഒരു തളർവാദ രോഗിയോട്, ശാരീരികമായിട്ടാണ് തളർന്നുപോയത്, കർത്താവ് എന്താ ചികിത്സ കൊടുത്തത്? നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മരുന്നുകളൊന്നും കൊടുത്തില്ല, തൊട്ടുപുരട്ടിയില്ല. പാപം ക്ഷമിച്ചപ്പോൾ കർത്താവിന് മനസ്സിലായി അവൻ്റെ തളർച്ചയ്ക്ക് കാരണം പാപമാണ്. അപ്പോൾ ഞാൻ പറയാൻ കാരണം, ശാരീരികമായ പല രോഗങ്ങൾക്കും മൂലകാരണം ആത്മാവിലായിരിക്കാം, ആന്തരിക മനുഷ്യനിൽ. അപ്പോൾ ആന്തരിക മനുഷ്യനെ നിർമ്മലമാക്കുക, ഒരു പക്ഷേ നല്ല കുമ്പസാരവും നടത്താതെ പാപങ്ങളൊക്കെ മറച്ചു വെച്ചുള്ള കുമ്പസാരങ്ങൾ. നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ടോ, പാപങ്ങൾ മറച്ചു വയ്ക്കുന്നതിന് ഐശ്വര്യമുണ്ടാവില്ല. അപ്പോൾ രോഗശാന്തിയും കിട്ടുകയില്ല, മറ്റനുഗ്രഹങ്ങളും കിട്ടുന്നില്ല. ഇത് പല ക്രിസ്ത്യാനികൾക്കും അറിഞ്ഞുകൂടാ. ഞാൻ പ്രാർത്ഥിച്ചിട്ടും കേൾക്കുന്നില്ല, പ്രാർത്ഥിച്ചിട്ടും എൻ്റെ രോഗം മാറുന്നില്ല എന്നൊക്കെ. ഇനി മാത്രമല്ല, നമുക്ക് കാണാൻ സാധിക്കും യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം. ബത്സയിദ കുളത്തിൽ ഒരാൾ 38 വർഷമായിട്ട് തളർവാദമായിട്ട് കിടന്നു. നമുക്കറിയാം, മാലാഹ വന്ന് വെള്ളം കുലുക്കുമ്പോൾ ആദ്യം എടുത്ത് ചാടുന്നവൻ സുഖപ്പെടുമായിരുന്നു. എന്നാൽ അവന് സുഖപ്പെടാനുള്ള ചാൻസ് ഇല്ലായിരുന്നു. അവനൊരു പക്ഷേ എന്നെപ്പോലെ വീൽ ചെയറിലായിരുന്നു. എല്ലാവരും എടുത്ത് ചാടുമ്പം പാവത്തിന് എടുത്ത് ചാടാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു, നിനക്ക് സുഖം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പോൾ യേശു പറഞ്ഞു ഉവ്വ്. യേശുവോട് പറഞ്ഞു ഉവ്വ്, സമ്മതിച്ചു. അങ്ങനെ നമുക്കറിയാം തളർവാദരോഗി അത്ഭുതകരമായി സുഖപ്പെട്ടു. അതിനുശേഷം അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ രോഗശാന്തിക്ക് കർത്താവ് കൊടുക്കുന്നത് പ്രാർത്ഥിക്കാനായിട്ടാണ്. ഹല്ലേലൂയ. ശാരീരികമായി സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ ഉഴപ്പി ജീവിക്കാനല്ല, വീണ്ടും പാപത്തിലേക്ക് പോയി ജീവിക്കാനല്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില രോഗശാന്തി നേടിയവരൊക്കെ പാപജീവിതത്തിലേക്ക് പോകുമ്പം വീണ്ടും അതിലും വലിയ രോഗങ്ങൾ ഉണ്ടാകുന്നത്, നാശനഷ്ടങ്ങൾ പോലും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കാണാൻ സാധിക്കും, കർത്താവിനോട് പ്രാർത്ഥിച്ച് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നേടി എന്നിട്ട് കർത്താവിനെ അങ്ങ് മറന്നു പോകും, പിന്നെ പാപജീവിതത്തിലേക്ക് പോകും. അപ്പോൾ എല്ലാം തകരുന്നതും. പ്രിയപ്പെട്ടവരെ, അതെ, ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ആഴത്തിൽ. അപ്പോൾ ഈ രോഗിയെ കണ്ടു പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞെന്താണ്? നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായൊന്നും സംഭവിക്കാതിരിക്കാൻ പാപം ചെയ്യരുത്. യോഹന്നാൻ അധ്യായം 5:14. അപ്പോൾ കാണാൻ സാധിക്കും, അതെ, കർത്താവ് പറയുകയാണ്, നിൻ്റെ പാപനിമിത്തമായിരിക്കാം ഒരു പക്ഷേ നീ തളർന്നു പോയത്. അത് പാപം ബ്ലോക്കായിരുന്നുകൊണ്ടായിരിക്കാം നിനക്ക് സൗഖ്യം കിട്ടാഞ്ഞത്. എന്നാൽ ഞാൻ നിനക്ക് സൗഖ്യം തന്നു. നീ പാപം വീണ്ടും ചെയ്താൽ അതിലും മോശമായി സംഭവിക്കും. ഹല്ലേലൂയ. നമ്മൾ സങ്കീർത്തനം അധ്യായം 32:3 വായിക്കുന്ന ഇപ്രകാരമാണ്: അനുദപിച്ച് പാപം ഏറ്റു പറയാതിരുന്നപ്പോൾ എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി.
വേനൽക്കാലത്തെ ചൂട് കണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടു പോയി. 32 സങ്കീർത്തനം 3 നമ്മൾ വായിക്കുകയാണ്. അതായത് പാപം ഏറ്റുപറയാതെ എന്ന് പറഞ്ഞാൽ പാപമോചനം പ്രാപിക്കാതിരിക്കുമ്പോൾ ശരീരം എപ്രകാരമാകുമെന്ന്. നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ. ലൂക്കായുടെ സുവിശേഷം 13:10 മുതൽ എന്നും സിനഗോഗിൽ കൂനി വരുന്ന ഒരമ്മച്ചിയുടെ കാര്യം. 18 വർഷം ഇങ്ങനെ കൂനി സിനഗോഗിൽ വചനം കേൾക്കാൻ പോകുമായിരുന്നു. അപ്പോൾ കർത്താവ് അവളോട് പറഞ്ഞു, നിന്റെ രോഗത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം കൈവച്ചൊരു ആശീർവാദവും കൊടുത്തു. അത് ഇംഗ്ലീഷിൽ പറയുന്നത് യു ആർ ലിബറേറ്റഡ് ഫ്രം യുവർ ഇൻഫേർമിറ്റി എന്നാണ്. അപ്പോൾ അതിന് പൈശാചിക ബന്ധനമുണ്ടായിരുന്നു, പാപത്തിനൊരു ബന്ധനമുണ്ടായിരുന്നു. അതിൽ നിന്ന് കർത്താവ് മോചനം കൊടുത്തു. അപ്പോൾ അവൾ എഴുന്നേറ്റ് നിന്ന് നടന്നു. അവൻ്റെ കൂന് പോയി, നേരെ നിന്നു. ഇന്നിങ്ങനെ പലരും കൂനി പള്ളി പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. കൂനി നടക്കുന്നവരുണ്ട്. ശാരീരികമായ കൂനെന്നല്ല, ആത്മീയ കൂന് ശാരീരിക കൂനായി മാറുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതെ, നമുക്ക് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്, ദിവ്യകാരുണ്യ സ്വീകരണം പാപത്തോടുകൂടി, പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ രോഷവും വൈരാഗ്യവും വെച്ചുകൊണ്ടാണെങ്കിൽ 1 കൊറിന്തോസ് 11:30 വചനം നമുക്ക് ഏറെ രോഗങ്ങൾക്ക് കാരണമാകാം. ശാരീരിക രോഗങ്ങൾക്ക്, മാനസിക ദുർബലതയ്ക്ക്, മരണത്തിനും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 7:21, ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അപ്പം ആ ഉള്ള് ശുദ്ധീകരിക്കപ്പെട്ടാൽ, നിർമ്മലമായാൽ, കൃപ കൊണ്ട് നിറഞ്ഞാൽ മാത്രമേ നിശ്ചയമായിട്ടും ഒരാൾക്ക് ശാരീരിക ആരോഗ്യം കൂടി കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം ഓർക്കണമേ. അത് അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. പ്രഭാഷകൻ 30:24. ഒന്നുകൂടെ ഓർക്കണേ, അസൂയ. ഏറെ പേർക്കുള്ള അസൂയ. ചേട്ടാനിമാർ തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, അല്ലെങ്കിൽ അയൽക്കാരോട്, കൂട്ടുകാരൊക്കെ അല്പം ആരോഗ്യമായിട്ട് നടക്കുമ്പോൾ, അല്ലെങ്കിൽ പണമുള്ളവരായി തീരുമ്പം, ജോലി കിട്ടുമ്പം ഏറെ കാരണം അപ്പോൾ അസൂയ തോന്നുക. ആളിന് നന്മയുണ്ടായല്ലോ, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുന്നതിന് പകരം ഉള്ളിൽ ഒരു വേദന. അവൻ അത്രയും ജോലി ആവശ്യമില്ലായിരുന്നു, അവൻ അത്രയും പൈസ ഉണ്ടല്ലോ, അത് നല്ല വീട് വെച്ചല്ലോ, നല്ല കാറ് മേടിച്ചല്ലോ, ഒരു അസൂയ. അതുപോലെ കോപം. എത്ര പേർക്കാ മൂക്കത്ത് കോപം ഇരിക്കുന്നത്? ഭാര്യയോടായിരിക്കാം, ഭർത്താവിനോടായിരിക്കാം, ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആളോടായിരിക്കാം, അയൽക്കാരനോടായിരിക്കാം, ഇടവകയിലെ മക്കളോടായിരിക്കാം അച്ഛൻ കോപിക്കുന്നത്. അതെ, കോപവും അസൂയയും ജീവിതത്തെ വെട്ടിച്ചുരുക്കും. അകാല മരണം വരുന്ന വേറെ ഭാഷയിൽ പറഞ്ഞാൽ ഉത്കണ്ഠ, അതെ, വാർദ്ധക്യം വരുത്തി വെക്കും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ ഉത്കണ്ഠ മൂലം നമുക്ക് ഒഴിയാൻ പൊങ്ങാൻ പോലുമോ, അതെ, വെളുത്ത തലമുടി കറുത്താക്കാനോ പറ്റില്ല. നമുക്ക് ഉത്കണ്ഠ ഒന്നും കൊണ്ടിരില്ല. കർത്താവിൻ്റെ കൃപയിലും കർത്താവിൻ്റെ കാരുണ്യത്തിലും കർത്താവിൻ്റെ വഴിയിലും ആശ്രയിക്കുക എപ്പോഴും. ഉത്കണ്ഠ കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ ഉത്കണ്ഠപ്പെട്ട് അതെ വരുന്നെന്താണ്, പെട്ടെന്ന് വയസ്സനാവും, വയസ്സാവും. ഹല്ലേലൂയ. അപ്പോൾ ചെറുപ്പക്കാരായിട്ടിരിക്കണമോ? ആദ്യം ചെയ്യേണ്ടത് ആത്മാവിൽ ചെറുപ്പക്കാരായിരിക്കുക. വയസ്സാകുന്നത്, മുതുക്കനും മുതുക്കിയാകുന്നത് ഉള്ളിലാണ്, പുറമേ അല്ല. നമുക്ക് കാണാൻ സാധിക്കും. ചിലരൊക്കെ 90 കഴിഞ്ഞവരൊക്കെ നല്ല ചക്കക്കുരു പോലെ നടക്കുന്നത്. എല്ലാ സ്വന്തം കാര്യങ്ങൾ ചെയ്ത്, എല്ലാ കാര്യങ്ങളും സ്വയം പാചകം ചെയ്യുന്നു, മുറി വൃത്തിയാക്കുന്നു, തുണി അലക്കുന്നു, അങ്ങനെ നടക്കുന്ന പലരെയും കാണാൻ സാധിക്കും. അവരൊക്കെ കൃപയിൽ, ആരോടും വൈരാഗ്യമില്ല, പകയില്ല. അങ്ങനെ കർത്താവ് അവരെ പരിപാലിക്കുകയാണ്. അപ്പം പ്രിയപ്പെട്ടവർ, ഞാൻ ഈ വീഡിയോ തരുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഹൃദയത്തെ എപ്പോഴും മാലിന്യമില്ലാതെ ദൈവകൃപയിൽ ശക്തമായിട്ട് ആയിരിക്കുകയാണ് വേണ്ടത്. ഇന്നേറെ രോഗാണുക്കളുടെയും വൈറസും ഒക്കെ ഉള്ള കാലഘട്ടമാണ്. ഏറെ രോഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു വിശുദ്ധ ജീവിതം കഴിക്കുകയാണെങ്കിൽ നമുക്കതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കും. നമ്പർ 1, അത് വലിയൊരു കാര്യമാണ്.
അതിൽ കൂടുതലായിട്ടും പ്രിയമുള്ളവരെ അതൊന്നും നമ്മളെ ബാധിക്കില്ല. കാരണം നമ്മളിൽ ദൈവകൃപ ഉള്ളപ്പോൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുക, ദൈവബലി സംബന്ധിച്ച കർത്താവിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുക. അപ്പോൾ നാം അവനിലും അവൻ നമ്മിലുമാണ്. യേശു നമ്മളിൽ വസിക്കുകയാണ്. എമ്മാനുവൽ അനുഭവമാണ്. ദൈവം കൂടെയുള്ളപ്പോൾ ഇതൊന്നും നമ്മളെ അത് ഏൽക്കുകയില്ല, സ്പർശിക്കുകയില്ല. അപ്പോൾ കർത്താവിന് അടുത്തിരിക്കും. അതായത് രോഗശാന്തിക്കാരനായ കർത്താവിനോട് അതാണ് നമുക്കാവശ്യം. അത് ഞാൻ പറയാനുള്ളത് പോലെ നമുക്ക് മരുന്നിനേക്കാൾ ആവശ്യം ഒരു ഡോക്ടറെയാണ് എന്ന്. നമുക്ക് മരുന്നല്ല ആവശ്യം. അപ്പോൾ രോഗശാന്തി പ്രാർത്ഥനയേക്കാളധികം രോഗശാന്തി നൽകുന്ന കർത്താവിനെയാണ് ആവശ്യം. അപ്പോൾ അവനോട് അടുക്കുക, അവനെ സ്നേഹിക്കുക, മാത്രമല്ല അവനിൽ ജീവിക്കുക. അപ്പോൾ ആ ഹൃദയത്തിൻ്റെ വിശുദ്ധി, കർത്താവിൻ്റെ ശക്തി എല്ലാം നമ്മളിലുണ്ടാകും. അപ്പോൾ എല്ലാ ചൊറിച്ചിലും എല്ലാ അലർജിയും, മാത്രമല്ല ഇങ്ങേയറ്റം ക്യാൻസർ രോഗം വരെ പോകും. ഞാൻ ഒരിക്കൽ നിങ്ങളുടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മ്യൂണിക്കിൽ ജർമ്മനിയിൽ ആയിരിക്കുമ്പോൾ എൻ്റെ ജലദോഷത്തിന് എൻ്റെ ഒരു ഇതുണ്ടായി, അതായത് ന്യൂമോണിയ. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ആ ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛൻ എൻ്റെ കസേരയിൽ ഇരുന്ന് ഡോക്ടറുടെ പണി ചെയ്യുക, അച്ഛൻ്റെ ബൈബിൾ എനിക്ക് തരൂ, ഞാൻ പ്രസംഗിക്കാം. ഞാൻ ചോദിച്ചു, എൻ്റെ ഡോക്ടർ തമാശ പറയുന്നത്? തമാശയല്ല അച്ഛൻ എന്നേക്കാൾ പേർക്ക് രോഗശാന്തി കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ പല ക്ലയൻസും എൻ്റെ പല രോഗികളും അച്ഛൻ്റെ ധ്യാനം കൂടിയാൽ പിന്നെ ഇങ്ങോട്ട് വരികയില്ല. വിളിച്ചു പറയും സുഖം കിട്ടിയെന്ന്. ഞാൻ ഒരു കത്തോലിക്കനാണ്, എന്നും പള്ളിയിൽ പോകുന്നതിനുമാണ്. എനിക്കറിയാം ഇവരൊക്കെ എങ്ങനെയാണ് അച്ഛൻ്റെ ശുശ്രൂഷയിൽ രോഗശാന്തി നേടുന്നത് എന്ന്. അച്ഛൻ പച്ചയ്ക്ക് പാപത്തെപ്പറ്റിയും അനുതാപത്തെപ്പറ്റിയും പറയും. അങ്ങനെ അനുദപിച്ച് പാവങ്ങളേറ്റ് പറഞ്ഞ് കുംസാരിക്കും, പരസ്പരം രമ്യപ്പെടും, ഹൃദയം ശുദ്ധമാകും. അപ്പോൾ കർത്താവ് ദിവ്യകാരുണ്യത്തിലൂടെ അവരെ സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ! അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പല രോഗികളിൽ നിന്നും. അവരൊക്കെ എൻ്റെ അടുക്ക് വരും, ഞാൻ മരുന്ന് കൊടുക്കും, ഗുളിക കൊടുക്കും, ഇഞ്ചക്ഷൻ കൊടുക്കും. ആ വർഷങ്ങളായിട്ട് എൻ്റെ അടുക്ക് വന്ന രോഗികൾ. എനിക്കറിയാം അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ രോഷം കിടക്കുന്നു, വൈരാഗ്യം കിടക്കുന്നു, മ്ലേച്ഛത കിടക്കുന്നു. വർഷങ്ങളായിട്ട് കുർബാനയോ കുമ്പസാരവും ഇല്ലാത്തവർ, വർഷങ്ങളായിട്ട് മരിച്ചുപോയവരുടെ തന്നെ അപ്പനോടും അമ്മയോടും വൈരാഗ്യത്തിൽ. പക്ഷേ ഒരു ഡോക്ടറായി എനിക്ക് പറയാൻ പറ്റില്ല പോയി കുമ്പസാരിക്കാൻ. ഹല്ലേലൂയ! അങ്ങനെ പറഞ്ഞാൽ എന്നെ കോടതി കേട്ടും. അച്ഛന് പറയാം, അച്ഛൻ ഒരു അച്ഛനാണല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്നേക്കാളധികം അച്ഛനാണ് രോഗശാന്തി കൊടുക്കുന്നത്. അച്ഛൻ്റെ ഏറ്റവും വലിയ മരുന്ന് ക്ഷമിക്കാൻ പറയുന്നതാണ്. ഹല്ലേലൂയ! അത് ഫൊർഗിവ്നെസ് ബ്രിങ്സ് ഹീലിംഗ്. രമ്യപ്പെടലും സ്നേഹത്തിലുള്ള തിരിച്ചുവരവും രോഗശാന്തിയും നൽകും. നമുക്ക് ആരോഗ്യം പുനഃസ്ഥാപിക്കും, നമ്മൾ നീണ്ടാൾ ജീവിക്കുകയും ചെയ്യും. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നമ്മളെ എല്ലാ ചൊറിച്ചിലുകളും നമുക്കൊന്ന് മാറ്റാം. വെറും ചൊറിച്ചിൽ മാത്രമല്ല, ഇങ്ങേയറ്റം ക്യാൻസർ പോലും ആ ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞത് വെച്ചാൽ പലർക്കും ക്യാൻസർ പോലും ഉണ്ടാകാൻ കാരണം ഇങ്ങനെ കിടക്കുന്ന വൈരാഗ്യങ്ങളാണ്. ചില പെട്ടെന്ന് സ്ട്രോക്ക് ഉണ്ടാകാൻ കാരണം ഇതിപ്പോൾ നമുക്കറിയാം. സ്ട്രോക്കായിട്ടായിരിക്കാം തളർവാദ രോഗി പാപം ക്ഷമിച്ചപ്പോൾ തളർവാദ രോഗി എഴുന്നേറ്റ് നടന്നു. ഈശോ മർക്കോസ് 2 ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയം വിശുദ്ധിയോടെ കാത്തു സംരക്ഷിക്കുക. ഈശോ അവിടെ വസിക്കുന്ന ഉറപ്പ് വരുത്തുക മക്കളെ. അങ്ങനെ അനുഗ്രഹം കർത്താവ് തരട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ക്ഷമിക്കാനും രമ്യപ്പെടാനും ദൈവവുമായിട്ടും പരസ്പരവും രമ്യപ്പെടുവാനും അങ്ങനെ ഉള്ള ശുദ്ധമായി ദൈവകൃപ നിറഞ്ഞതുമായിരിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.